ബാലുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസ് 7 സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ ചെറുപ്പക്കാരനായിട്ടാണ് ഇന്ന് മോഹൻലാൽ അഥവാ നമ്മുടെ ലാലേട്ടൻ ഈ ഷോയിലേക്ക് എത്തുന്നത്. അതിമനോഹരമായിരുന്നു അദ്ദേഹത്തെ കാണാനായിട്ട്. അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളും എല്ലാം വളരെ രസകരമായിരുന്നു. 3 പ്രാവശ്യം അദ്ദേഹം ഡ്രസ് ചേഞ്ച് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടും വളരെ നല്ല രീതിയിലും പ്രതീക്ഷ ഈ സീസണിൽ നമുക്ക് വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഇത് തുടങ്ങി വച്ചിരിക്കുന്നത്. എവിടെയും എൻ്റെ കൈ ചെന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇത് തുടങ്ങി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം തന്നെ നമുക്ക് ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് പറയണമെങ്കിൽ വളരെ മനോഹരമാണ്. രാജസ്ഥാൻ്റെ പല കോട്ടകൊത്തളങ്ങളൊക്കെ നമ്മൾ കണ്ട പുരാതനമായിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അതുപോലെയാണ് ഇതിൻ്റെ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉൾഭാഗം. പുറമേ നോക്കുമ്പോൾ നമുക്ക് അത്ര തോന്നില്ല, എന്തായാലും ഭംഗിയാണ്. വളരെ മനോഹരമാണ് ഈ പ്രവേശത്തെ ബിഗ് ബോസിൻ്റെ അകത്തളങ്ങൾ. പിന്നെ 2-3 ബെഡ്റൂംസ് ഒന്നുമില്ല, എല്ലാവർക്കും ചേർന്ന് ഒറ്റ ബെഡ്റൂമാണ്. സെപ്പറേറ്റ് ബെഡ്റൂമുകൾ ഒന്നും തന്നെയില്ല കഴിഞ്ഞ ബിഗ് ബോസിൽ ഉള്ളതുപോലെ തന്നെ. പിന്നെ ഡൈനിങ് ടേബിളൊക്കെ കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്, പക്ഷേ എല്ലാവർക്കും ചേർന്ന് ഇരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ്. ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ട 1-2 പ്രത്യേകതകൾ നമുക്ക് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ഇതിൽ പൂളില്ല, അതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ ജയിൽ, അതൊരു തടവറ തന്നെയാണ്. ഇതൊരു മണിയറയല്ല എന്ന് ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ ചരിഞ്ഞു വേണം നിൽക്കാൻ, കിടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ചരിഞ്ഞ ജയിലറാണ്. ഇനി ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒന്നാണ് പണിപ്പുര. പണി കൊടുക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നാണ് പണിപ്പുര. ഇവർ കൊണ്ടുവരുന്ന എല്ലാ വസ്തുക്കളും, വസ്ത്രങ്ങളും, മേക്കപ്പ് സാധനങ്ങളും, സകല സാധനങ്ങളും അവിടെ പിടിച്ചു വെച്ചേക്കാണ്. ഇനി ഇവർക്ക് ഇതൊന്നും കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഒന്നാന്തരം പണിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഒരു സംഭവം. ഇനി നമുക്ക് കണ്ടസ്റ്റൻറ്റിലേക്ക് നേരെ പോവാം. കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമ്മുടെ ഈ ഹൗസിലേക്ക് എൻ്റർ ചെയ്തത് കോമണറായിട്ടുള്ള അനീഷ് തറയിലാണ്. അനീഷ് തറയിൽ. രണ്ടാമത് അനുമോൾ, സ്റ്റാർ മാജിക് ഫെയിമാണ്, സീരിയൽ ആക്ട്രസ്സാണ് അനുമോൾ. മൂന്നാമത് ആര്യൻ കട്ടാരിയ, പഞ്ചാബിയാണ് പക്ഷേ കേരളത്തിൽ ജനിച്ചു വളർന്ന ആര്യൻ കട്ടാരിയ. 4 കലാഭവൻ സരിക. പിന്നീട് 5-മതായിട്ട് സിംഗർ അക്ബർ ഖാൻ. 6-മത് RJ ബിൻസി. 7-മത് ഷെഫും വക്കീലുമെല്ലാമായ അഡ്വക്കേറ്റുമെല്ലാമായ ഒനീൽ സാബു. 8-മത് സീരിയൽ നടി ഡോക്ടർ ബിന്നി സെബാസ്റ്റ്യൻ. 9-മത് ആക്ടർ അഭിലാഷ്. 10